വെൽക്കം ടു ട്രിക്ക് ആൻഡ് ടോക്ക്. ഇന്ന് നമ്മളൊരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് 1/2 കിലോ ചെമ്മീനാണ്. ഞാനിപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. വറ്റിച്ചെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അതിൽ ബാക്കിയുണ്ട്. നമുക്ക് ഈ വെള്ളം കൂടി ആ റോസ്റ്റിൽ ഒഴിക്കുമ്പോഴേ കുറച്ചുകൂടെ രസം ഉണ്ടാവുള്ളൂ. ഇനി ഇതുണ്ടാക്കാൻ വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സവാള കനം കുറച്ച് അരിഞ്ഞത്, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് നുറുക്കിയത്, 2 പച്ചമുളക് നടുക്കെ കീറിയത്, 1/2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത്. ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പെട്ടെന്ന് വാടാൻ പാകത്തിന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. സവാള ഒരുവിധം നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് നന്നായി വാടി കിട്ടണം. ഇപ്പോൾ തക്കാളി ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 സ്പൂണ് വലിയ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 സ്പൂണിൽ താഴെ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം അല്പാൽപ്പമായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം ഇവിടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷമാണ് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിൻ്റെ ആ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം കൂടി ഒഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ചെമ്മീൻ അതിൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.